എന്ത് നിങ്ങളെ മോളെ ഇവിടെ കൊണ്ടുവന്ന് വേണമെങ്കിൽ ഇരുത്തിക്കോ. എന്റെ കൈ നല്ല മേടിക്കും. എനിക്ക് നേരത്തെ ഓഫീസിൽ എത്തണമെന്നേ. നീ ഇതല്ലേ ദിവസവും പറയണ നേരത്തെ ഓഫീസിൽ പോകണം. എന്നിട്ട് നീ കൃത്യസമയത്ത് ഇതുവരെ ഓഫീസിൽ പോയിട്ടുണ്ടാ? ഓഫീസിൽ പോണം വിട്. നമ്മളെല്ലാരും കൂടെ പുറത്തിറങ്ങുമ്പോൾ തന്നെ നീ താമസിച്ചാണ് ഇറങ്ങണത്. ആരെങ്കിലും ഒരു കല്യാണത്തിന് വിളിച്ചാൽ ഉണ്ണാ സമയത്ത് കയറി ചെല്ലും. താലിയിട്ടാൻ കഴിഞ്ഞിരിക്കും. ഒരു താലി കണ്ടിട്ട് കാലങ്ങൾ പറയാം. ഹലോ, ഞാൻ താമസിച്ചാ എത്തണ എല്ലാടോ. അപ്പൊ അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ കാര്യം. അവളവിടെ കിടന്ന് ചിണുങ്ങ. എനിക്ക് 100 കൂട്ടം ജോലിയുണ്ട് അടുക്കളയില്. വിളിച്ചാ വിളിയേക്കത്തില്ല. ആദ്യം അതിനൊക്കെ വേണം തല്ലു കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ നിന്നെ തല്ലി കൊറേണ്ട സമയം എന്നേ കഴിഞ്ഞു. മോളെ ശിവ രാവിലെ ചേർന്നിട്ട് പണിയില്ല. അല്ല, അവക്ക് ഇപ്പൊ എന്താണ് വേണ്ടത്? നല്ല തല്ലിന്റെ ഓറ അവൾക്ക്. അത് തന്നെ, തല്ലു കൊടുക്കണം. നീ പോണാ? പിന്നെ അല്ലാണ്ടേ ഒന്ന് വിളിച്ചിട്ട് പോവാലു. എനിക്ക് പോവാൻ സമയമായിരുന്നേ. ഒന്ന് വരണ്ടേ ഇങ്ങോട്ട്. ലച്ചു ഇടഞ്ഞു നിൽക്കാണല്ലേ? അതവളെ അമ്മ മയക്കൂടി വെച്ച് വീഴ്ത്തിക്കോളൂ. അച്ഛൻ പ്രശ്നം വഷളാവുന്നതിന് മുമ്പ് അങ്ങോട്ട് ചെല്ല്. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ചേച്ചി കൂടെ വേണമെന്നൊരു ആഗ്രഹമുണ്ട്. ആരും അറിയാതെ ഞാൻ ചെന്ന് കയറി കൊടുത്താലേ നിന്റെ അമ്മ എന്റെ നേരെ വെടി വയ്ക്കും. അച്ഛൻ ധൈര്യമായി പോയിക്കോ. ഞങ്ങൾ പിന്നാലുണ്ട്. ധൈര്യമായിട്ട് പോയിക്കോ. പൊയ്ക്കോ അച്ഛാ. എനിക്ക് അടി കിട്ടുന്നില്ല. നോക്കും പോവാ. നിക്കട അവിടെ. ചുമ്മാ അവിടെ അന്തരീക്ഷം എന്താന്ന് അറിയട്ടെ. എന്നിട്ടാ എന്താ പ്രശ്നം? അടുക്കളയിൽ അടി എന്തിനാവാം. എന്താ പോണോ? മര്യാദക്ക് പറ. ഇന്ന് രാവിലെ ലച്ചുവിന് വെളിപാടുണ്ടായി. അപ്പൊ ദേവമഹാത്മ്യത്തെ പറ്റി അമ്മയുടെ അടുത്ത് പ്രസംഗിച്ചു. അത്രേ ഉള്ളൂ. എന്നാ ഞാൻ അങ്ങോട്ടൊന്നുമില്ല. രാവിലെ തന്നെ എനിക്ക് തല്ലി മേടിച്ചു കൂട്ടാൻ. റൂമിലിരുന്നാലേ ശരീരമെങ്കിലും ബാക്കി കിട്ടും. മാറിയിരുന്നൂടെ അങ്ങോട്ട്. മകളെ, വെക്കേഷൻ കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങുമ്പോ അമ്മ കമ്പ്യൂട്ടർ എടുത്തു തരും, നെറ്റ് കണക്ഷൻ എടുത്തു തരും കേട്ടാ. അവക്ക് അതൊന്നും പറ്റില്ല. അവക്ക് ഇപ്പൊ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. എന്നാലേ 24 മണിക്കൂർ അതിന്റെ മുന്നിൽ തന്നെ കുത്തിയിരിക്കാൻ പറ്റുള്ളൂ. എടി, പഠിക്കണമെന്നുള്ള പിള്ളേരെ എന്റെ മൊബൈലിൽ നെറ്റ് ഉണ്ട് പാലു. അതെടുത്ത് വെച്ച് അവക്ക് കാര്യങ്ങൾ ചെയ്തൂടെ? അത് ചെയ്യില്ല. അതിന് ബാലൻസ് വേണ്ടേ? നിന്നോട് ചോദിച്ചില്ല കേട്ടാ. ശരിയാ. ശിവ, കമ്പ്യൂട്ടർ നെറ്റും ആണ് വിഷയം. ഗെയിം ലച്ചുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണം. പക്ഷെ അമ്മയെ പിണക്കും ചെല്ലൊക്കെ. നിന്റെ കൂടെയുള്ള കുട്ടികൾ പാരന്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നുണ്ടാവും. പക്ഷെ ഈ കുടുംബത്തിൽ അത് പറ്റൂല. അടി കിട്ടും. വീട്ടിൽ നിറക്കിടും ഞാൻ നിന്നെ. എല്ലാ വീട്ടിലും നെറ്റ് കണക്ഷൻ കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങളങ്ങ് മേടിച്ചു കൊടുക്ക്. 30,000 രൂപ വരുള്ളൂ. അവളുടെ ഒരു കാര്യം പറഞ്ഞ അതെടുത്ത് നേരെ എന്റെ തല വെച്ച്. വേണ്ട, എന്റെ തലയിൽ വെച്ചോ. കളിക്കില്ല. പോവാൻ പറഞ്ഞ പോയിക്കൂടെ? നിനക്ക് ഈയിടെ കുറച്ച് ദേഷ്യം കൂടുതലാണ്. എങ്ങനെ കൂടാണ്ടിരിക്കും? ഒരു സൈഡില് ഭർത്താവ്, മറ്റേ സൈഡില് മക്കള്. ഞാൻ മാത്രം ഭാരം വഹിക്കുന്ന കാള. ഭാരം വലിക്കില്ലേ? അയ്യോ, നിർത്ത്. നീ ഭയങ്കര ഭാരം വലിപ്പ് തന്നെ. ഇപ്പൊ അവളൊരു കാര്യം പറഞ്ഞു, അത് നടക്കൂല. അത് ഇവിടെ പിന്നെ അതിൽ കയറി പിടിക്കുന്നതിനാണ്. നിന്റെ മനസ്സിൽ നിന്റെ ഉള്ളിൽ നിറച്ചും ദേഷ്യവും. അതാണ് ഈ ചെറിയ കാര്യം വരുമ്പോ അതെടുത്ത് പുറത്തിടണം. മുകളിൽ ആകാശം, താഴെ ഭൂമി. മുന്നിൽ നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്ന മക്കള്. എല്ലാം കുട്ടിക്കളയെ കാണുന്ന ഒരു ഭർത്താവ്. ഇങ്ങനെയുള്ള എനിക്ക് ദേഷ്യമൊന്നും വരാൻ പാടില്ല. എപ്പോഴും ഞാൻ ഇങ്ങനെ ആനന്ദിച്ചു.